ഹലോ സുഹൃത്തുക്കളെ, ഞാനിന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിലാണ്. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഗുരുവായൂർ ക്ഷേത്രത്തിൽ സന്ദർശിച്ച് ഭഗവാനെ നേരിട്ട് കണ്ടിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തീർക്കാമെന്ന് വിചാരിച്ചു വന്നതാണ്. അങ്ങനെ അകത്തേക്ക് കയറിയിട്ടില്ലെങ്കിലും പുറത്ത് നിന്ന് ഗുരുവായൂരപ്പനൊക്കെ കണ്ട് വെണ്ണാരത്തിൽ കാണിക്കൊക്കെ വെച്ചതിന് ശേഷം മടങ്ങാനുള്ള തയ്യാറെടുപ്പില്ല. പരിചയമുള്ള മുഖങ്ങളൊക്കെ കാണുന്ന വിചാരിച്ചിങ്ങനെ ശ്രദ്ധിച്ച് നോക്കിയാൽ പോവുകയാണ്. ആരെയും കാണാനൊന്നുമില്ല. ഞാനും കുറച്ച് നേരം അത് വിശ്രമിച്ചതിന് ശേഷം അടുത്ത വാഹനത്തിൽ ഞാൻ നാട്ടിലേക്ക് എത്തും. അപ്പോൾ ഇലക്ഷനൊക്കെ അതിഗംഭീരമായി നടന്നു. എനിക്ക് കിട്ടേണ്ട വോട്ടുകളൊക്കെ കിട്ടി. പരാജയമാണെങ്കിലും വിജയത്തിൻ്റെ പാതയിലേക്കുള്ളൊരു വഴിയാണെന്ന് വിചാരിച്ചു മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഗുരുവായൂർ വന്നപ്പോൾ എനിക്ക് വേണ്ടപ്പെട്ടൊരു വ്യക്തി ഇന്ന് ഗുരുവായൂർ വരാൻ സാധ്യതയുണ്ട്. അദ്ദേഹത്തെ തിരഞ്ഞുകൊണ്ടുള്ളൊരു യാത്രയാണ്. കിഴക്കേ നടയിലൂടെയൊക്കെ പോയി നോക്കി അവിടെ നിന്ന് കാണാനില്ല. ഈ പടിഞ്ഞാറേ നടയിലേക്ക് ഒന്ന് പോകണമെന്ന ഉദ്ദേശത്തോടെയാണ് ഞാൻ വേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൻ്റെ അകത്ത് ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയമാണ്. പക്ഷേ ഇന്നിവിടെ പരിപാടികളൊന്നുമില്ല. പരിപാടികളൊക്കെ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിലാണ് നടക്കുന്നത്. ഇവിടെ ഇത് പരിപാടിയൊന്നുമില്ല. അങ്ങനെ ഞാൻ തിരഞ്ഞു നടക്കുന്ന വ്യക്തിയെ ഇവിടെ കാണാനില്ല. ഇന്നലെ കുചേല ദിനമായതുകൊണ്ട് അദ്ദേഹം ഇന്നലെ വന്നു പോയിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ അന്വേഷിച്ച ആളെയൊന്നും കണ്ടില്ല. അപ്പോൾ ഞാനേ പടിഞ്ഞാറേ നട വഴി ബസ് കയറാൻ പോവുകയാണ്.